ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ്. സ്ട്രോങ് ആൻഡ് ബോൾഡ് ലേഡി എങ്ങനെയാകാം, നമുക്ക് സ്ട്രോങ് ആൻഡ് ബോൾഡ് ക്യാരക്ടർ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും തരണം ചെയ്തുകൊണ്ട് എങ്ങനെ സ്ട്രോങ് ആയി മാറാം എന്ന് നമുക്ക് നോക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ സമയത്ത് ആരെങ്കിലുമൊക്കെ ചേർത്ത് പിടിക്കാൻ കാണുമെന്ന് നാം ആഗ്രഹിക്കുന്നു. പക്ഷേ ആരും കൂടെ നിർത്താനില്ല എന്നുള്ളൊരു ബോധ്യം വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും ഒരു ധൈര്യം വരുന്നു. അങ്ങനെയാണ് നാം ബോൾഡായി മാറുന്നത്. നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാം ചെയ്യുക. ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഉണ്ടാകുന്ന സമയത്ത് പീസ്ഫുള്ളായിട്ട് ഇരിക്കുക, നേച്ചറുമായി കൂടുതൽ സമയം ചെലവഴിക്കുക, നാം നമ്മളെ തന്നെ ഒന്ന് കെയർ ചെയ്യുക, ഫേസും ഹെയറും എല്ലാം ഒന്ന് ഡ്രസ് രീതിയിൽ മാറ്റം വരുത്തുക, നാം നമ്മെ തന്നെ മനസ്സിലാക്കുക. അതിലൂടെ നമ്മുടെ കോൺഫിഡൻസ് ലെവലും കൂടുന്നു. എല്ലാ ജോലികളും ചെയ്യുന്നതോടൊപ്പം നമ്മുടെ കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നന്നായി വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ പെർഫെക്റ്റായി ചെയ്യാൻ സാധിക്കില്ല. അതിനു പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ടാകും. ഇതെല്ലാം നമ്മുടെ പാർട്ട് ഓഫ് ലൈഫാണെന്ന് മനസ്സിലാക്കുക. നാം ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിൽ സ്ട്രഗിൾ ചെയ്യുക. മറ്റുള്ളവരുടെ ലൈഫുമായി നമ്മുടെ ലൈഫിനെ ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ബന്ധങ്ങളിൽ അതിരുകൾ വയ്ക്കുക. നെഗറ്റീവായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക. നാം തന്നെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാകാം. എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക, നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ വാങ്ങിക്കുക. ഫുഡായാലും ഡ്രസ്സായാലും നമുക്ക് വേണ്ടി എന്ന് കുറച്ച് സമയം മാറ്റിവെക്കാം. റെസ്റ്റിംഗ് ടൈം കുറച്ച് നേരത്തേക്ക് നമുക്ക് മാറ്റിവെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്തും ഒക്കെ പ്രാധാന്യം കൊടുക്കുക. മറ്റുള്ളവരെ കുറ്റം പറയുന്ന സ്വഭാവം കംപ്ലീറ്റായി ഒഴിവാക്കുക. മറ്റുള്ളവരുടെ നെഗറ്റീവായി സംസാരിക്കുന്ന സമയത്ത് അവരിൽ നിന്നും മാറിപ്പോവുക. സ്ട്രോങ് ആവാനായിട്ട് മറ്റുള്ളവരെ ഒരു കാര്യത്തിനും ആശ്രയിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കഴിവിൻ്റെ പരമാവധി മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുക. നമ്മളെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ നാം ചെയ്യുക. നാം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മടികൂടാതെ ചെയ്യാൻ നോക്കുക. നാം ഓരോ ഐഡിയാസ് മനസ്സിലേക്ക് നടക്കുന്നുണ്ടാവും, അവ പെട്ടെന്ന് തന്നെ ചെയ്യുക. നാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അപ്പോൾ തന്നെ ആക്ഷൻ എടുക്കാവുന്നതാണ്. കോൺഫിഡൻ്റായി മുന്നോട്ടേക്ക് നടക്കാവുന്നതാണ്. നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എക്സൈറ്റ്മെൻറ്റോട് കൂടി ചെയ്യും. റോൾ മോഡലായി നമുക്ക് ഒരാളെ തീരുമാനിക്കാം. നാം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ മാത്രം നിൽക്കാതെ ഉടനെ തന്നെ ആക്ഷൻ എടുക്കുക. അത് റിയലൈസ് ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ കാര്യങ്ങൾ നന്നായി ചെയ്യാൻ നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുക. നാം കംഫർട്ട് സോണിൽ നിന്നും പുറത്തിറങ്ങി കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. മടി കൂടാതെ എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങുക. നെഗറ്റീവായിട്ടുള്ള ചുറ്റുപാടിൽ നിന്നും മാറി നിൽക്കുക. മാക്സിമം